പാഠം 412 ബ്രസീലിലേക്ക്. വൈകിട്ട് ഞാൻ വരാൻ കുറച്ച് വൈകും. താലൂക്ക് ഓഫീസിൽ പോണോ? അല്ല, വേറൊരു കാര്യമുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടും. എന്താണോ അത്ര വലിയ പ്രശ്നം? അതൊക്കെ ഉണ്ട്. നീ വൈകിട്ട് കണ്ടാൽ മതി. പിന്നെ സണ്ണിക്കുട്ടി എന്നൊരാൾ വരും. 5:30 എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോ കുറച്ച് നേരത്തെ വന്നിരിക്കും. അങ്ങനെ വന്നാൽ അവരുടെ ജോലി അങ്ങ് തുടങ്ങിക്കോളാൻ പറയണം. എന്ത് ജോലിയാ മോനേട്ടാ? അത് വൈകുന്നേരം അറിഞ്ഞാൽ മതി. അതെങ്ങനെ ശരിയാവും? ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. ഈ വീട്ടിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ വരുന്നത് ആരാണ്, എന്തിനാണ് വരുന്നത് എന്നൊക്കെ എനിക്കറിയണ്ടേ? മോഹനേട്ടാ, കാര്യം പറഞ്ഞല്ലെങ്കിൽ ഈ പറയുന്ന സണ്ണിക്കുട്ടി മോഹനേട്ടൻ വരുന്നത് വരെ മുറ്റത്തിരിക്കും. വീടിന്റെ അകത്ത് ഞാൻ കേട്ടില്ല. അതെന്ത് ന്യായം ഭാമേ? എന്നെ കാണാൻ വരുന്ന ഒരാളെ മുറ്റത്തിരുത്തുകയോ? കാര്യം പറഞ്ഞാൽ മോഹനേട്ടന് കൊള്ളാം, ഇല്ലെങ്കിൽ അറിയാലോ, സത്യഭാമ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. കേബിൾ കണക്ഷൻ കൊടുക്കുന്ന സണ്ണിക്കുട്ടിയാ വരുന്നത്. പോരെ, കേബിളിന്റെ കണക്ഷൻ കൊടുക്കുന്ന സണ്ണിക്കുട്ടി എന്തിനാ ഇവിടെ വരുന്നേ? ഒരു ടീം പോലും ഇല്ലാത്ത വീട്ടിൽ എന്തിനാണ് കേബിള്? ഈ വീട്ടിൽ ഇപ്പൊ ഒരു ടി വി ഇല്ല. പക്ഷെ വൈകുന്നേരം 5:30 കഴിയുമ്പോ ഒരു ടി വി ഉണ്ടാവും. കെ മോഹനകൃഷ്ണൻ ഒരു ടി വി ഇന്ന് വാങ്ങും. അത്ര ഞാൻ എന്തേ കേട്ടെ? സ്വപ്നം അല്ലല്ലോ. സാറ് കളിയാക്കിയതാണ്. മോനുടെ കാര്യമായിട്ട് പറഞ്ഞാണോ? കെ മോഹനകൃഷ്ണൻ കളിയായിട്ടൊന്നും പറയില്ല. സത്യമായിട്ടും ടി വി വാങ്ങും. ഈശ്വരന്റെ പ്രാർത്ഥന കേട്ടു. എത്ര നാളായിട്ടുള്ള എന്റെ ആഗ്രഹം എന്നറിയ ഒരു ടി വി വാങ്ങുന്നുള്ളത്. ഓഫീസിലുള്ള എല്ലാരും ചോദിക്കും, ഭാമേ, ഇത് വർഷം 2014 ഇന്ത്യയിൽ ടി വി ഇല്ലാത്ത ഒരേ ഒരു വീട് ഭാമയുടേതാണെന്ന്. ഞാനെന്ത് പറയാനാണ്? എന്റെ ഭർത്താവ് വലിയ വലിയ ആശയങ്ങളുടെ അസുഖമുള്ള ഒരു മാന്യനാണ്. അദ്ദേഹത്തിന് ടി വി എന്നാൽ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ച വിശ്വനാഥ് സാർ ചോദിച്ചു, വീട്ടിൽ ടി വി വാങ്ങാത്ത എന്താന്ന്. ഞാൻ പറഞ്ഞു, ഓഫീസിലെ തിരക്കും കോടതിയിലെ തിരക്കും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ജോലി തീരുമ്പോ രാത്രി 10 കഴിയും, പിന്നെ ഞാൻ എപ്പോ ടി വി കാണാനാ സാറേന്ന്. വിശ്വനാഥ് സാർ അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്നാലും മോഹനയുടെ ടി വി വാങ്ങിക്കാൻ സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാലോ. വീട്ടിൽ ടി വി ഉണ്ടെങ്കിലേ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ടി വി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ ഇങ്ങനെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ടി വി കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ടി വി കണ്ടുപിടിച്ച പോയല്ലോ, അതല്ലേ പ്രശ്നം. എന്തായാലും എനിക്ക് സന്തോഷായി മോഹനേട്ടാ. എന്നു മുതൽ എനിക്ക് സകല സീരിയലുകൾ കാണാലോ. വിദ്യാലക്ഷ്മി എന്നും രാവിലെ ഓഫീസിൽ വന്നു കഴിയുമ്പോഴേ ഒരു 1/2 മണിക്കൂർ ചർച്ചയാ. ഇന്നലെ കാണുന്ന സീരിയലുള്ള കഥയാ. അത് കേട്ട് ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയും. ഞാൻ മാത്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് മാത്രം സീരിയൽ കാണാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം? ടി വി വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ കുത്തിയിരുന്ന് സീരിയൽ കാണാമെന്നാണോ? അത് കെ മോഹനകൃഷ്ണന്റെ വീട്ടിൽ നടക്കില്ല. ഈ വീട്ടിലെ ടി വിയിൽ ഒരു സീരിയലും കാണാൻ പാടില്ല. മോഹനേട്ടാ, ഒരു ടി വി വാങ്ങി കഴിഞ്ഞാൽ കേബിൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടി വിയിൽ കാണിക്കുന്ന സകല പരിപാടികൾ കാണണ്ടേ? എന്തിന്? ഞാൻ ടി വി വാങ്ങുന്നത് ഒരേ ഒരു പരിപാടി കാണാനാണ്. ഒരൊറ്റ പരിപാടി. അതേത് പരിപാടി? ലോകകപ്പ് ഫുട്ബോൾ. എന്ത് ലോകകപ്പ് ഫുട്ബോൾ നീ കേട്ടിട്ടില്ലേ? ഇന്ന് രാത്രി ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങിയാണ്. അത് കാണാൻ, അത് മാത്രം കാണാനാണ് കെ മോഹനകൃഷ്ണൻ ടി വി വാങ്ങുന്നത്. ആഹാ,
കാണുന്നു പോലും. എന്തായാലും നമ്മളൊരു ടി വി വാങ്ങുകയല്ലേ. കേബിൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസാമാസം നമ്മൾ അതിന്റെ പൈസ കൊടുക്കുകയും വേണം. അപ്പോ മാസവരി കൊടുത്തിട്ട് ഈ ഫുട്ബോൾ മാത്രം കാണുന്നത് ഭയങ്കര മണ്ടത്തരമല്ലേ? ടി വി വാങ്ങിയാൽ 24 മണിക്കൂറും അതിന്റെ മുന്നിൽ തന്നെ നീ ഇരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ടി വി വാങ്ങാതിരുന്നത്. ലോകകപ്പ് ഫുട്ബോൾ എനിക്ക് കാണണം താനും. കളി വൈകുന്നേരം വലുതുമായിരുന്നെങ്കിൽ സുലൈമാന്റെ കടയുടെ മുന്നിൽ പോയിരുന്ന് കളി കാണാമായിരുന്നു. പക്ഷേ ഇത് പാതിരാത്രി ആയി പോയില്ലേ? പാതിരാത്രിക്കോ? കളി നടക്കുന്നത് ബ്രസീലിലല്ലേ. അവിടെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇവിടെ പാതിരാത്രി കഴിയും. അതുകൊണ്ട് സ്വന്തമായി ടി വി വാങ്ങാല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും മോഹനേട്ടന് കളികളിലൊക്കെ ഇത്ര താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പണ്ട് ഞാനൊരു ക്രിക്കറ്റിനെ പറ്റി പറഞ്ഞതിന് എന്തൊക്കെ പുകല ഉണ്ടാക്കിയെന്ന് ഓർമ്മയുണ്ടോ? ക്രിക്കറ്റ് പോലല്ല ഫുട്ബോൾ. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളിയാണ് ഫുട്ബോൾ. നീ പറയുന്ന ക്രിക്കറ്റ് ഇംഗ്ലണ്ടിലും ഇംഗ്ലണ്ടിന്റെ പഴയ കോളനികളിലും മാത്രമുള്ള ഒരു കളിയാണ്. ഫുട്ബോൾ അങ്ങനെയല്ല, ലോകം മുഴുവനുണ്ട്. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിൽ, ഓസ്ട്രേലിയയിൽ. നിനക്കറിയാമോ, കോളേജിൽ പഠിക്കുമ്പോ ഞാൻ കോളേജ് ഫുട്ബോൾ ടീമിലെ ആരായിരുന്നു? ഗോളിയായിരുന്നു. ഞാൻ തന്നെ. ഞാൻ ഗോളിയായി നിൽക്കുന്ന ഒരു കളിയിൽ ഒരാളെയും ഒരു ഗോൾ അടിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അത്രയ്ക്ക് ഭയങ്കര ഗോളിയല്ലായിരുന്നു ഞാൻ. ബാക്കി എന്തൊക്കെ വിശ്വസിച്ചാൽ ഇത് ഞാൻ വിശ്വസിക്കില്ല. മോഹനേട്ടൻ ഇതുവരെ ഒരു ഫുട്ബോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഞാനോ? നീ എന്നെ പറ്റി എന്താ കരുതിയത്? ഭാമേ, ഇപ്പോ ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. ഒരുപാട് ജോലി തിരക്കുകളുണ്ട്. അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. പക്ഷേ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പുലിയായിരുന്നു. പുലി. സാറേ, ഉത്തമൻ വന്നിട്ടുണ്ട്. മോഹനേട്ടന്റെ ഫുട്ബോൾ ചരിത്രം ഉത്തമൻ അറിയില്ലല്ലോ. അത് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. നമസ്കാരം. സാറല്ലേ? ഉണ്ട്. ഉത്തമനൊരു കാര്യം പറഞ്ഞു. ഇല്ല. മോഹനേട്ടൻ കോളേജിൽ പഠിക്കുമ്പോ ഫുട്ബോൾ ടീമിലെ ഗോളിയായിരുന്നു. മോഹനേഷ് സാറാ? എന്താ ചുമ്മാ. സാറാ നമസ്കാരം. മോഹനേഷ് സാറിന് ഗോളിയാകാൻ പറ്റില്ലേ? സാറിന് എന്താണ് ആവാൻ പറ്റാത്തത്? സാറ് എന്തു ആവുമല്ലോ. ഉത്തമ, എനിക്ക് ഈ ഫുട്ബോൾ കളിയെ പറ്റി വലിയ പിടിപാടൊന്നുമില്ല. എന്നാലും കളിയെ പറ്റി ഏകദേശമൊക്കെ അറിയാം. ഈ 8-10 പേര് കൂടി പന്ത് ഇങ്ങനെ തൊഴിച്ചു കൊണ്ടുപോയി അപ്പുറത്തെ വലയ്ക്കകത്ത് ഇങ്ങനെ അടിച്ചിടും. അത് ശരിയല്ലേ? അതാ ഇങ്ങനെ അടിച്ചിടണം. അപ്പൊ പിന്നെ ഗോളിയായിട്ട് മോഹനേട്ടൻ എന്തായാലും ശോഭിക്കും. എതിർ ടീമിലെ കളിക്കാര് പന്തുമായിട്ട് തൊട്ട് മുന്നിലെത്തി നിൽക്കുമ്പോൾ നിവർന്ന് ഒറ്റ അലർച്ചയായിരിക്കുമല്ലോ, നടക്കില്ല എന്ന്. അയാള് പേടിച്ച് പന്ത് ഓടി രക്ഷപ്പെടില്ലേ? നിന്റെ സംശയം ഞാൻ തീർത്തുതരാം. അതിനു മുമ്പ് ഉത്തമനോട് ഒരു കാര്യം പറയട്ടെ. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വരണം. എന്താണ് സാറാ കാര്യം? കാര്യം അവിടെ വരുമ്പോ പറയാം. കൃത്യം 5 മണിക്ക് ഞാൻ ഇറങ്ങുന്നു. എന്താണ് വക്കീലെ പ്രശ്നം? അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഈ വീട്ടിലൊരു ടി വി വാങ്ങാൻ പോന്നു. ടിവിയാ? ഇത്രയും കാലം ഞാൻ പറഞ്ഞിട്ട് മോഹനേട്ടൻ കേട്ടില്ലെങ്കിലും ഇപ്പോൾ ലോകകപ്പ് കാണാനുള്ള വ്യഗ്രതയിൽ ടി വി വാങ്ങാൻ സാർ തീരുമാനിച്ചു. എനിക്ക് ഞാൻ എന്തായാലും ഇത് വിശ്വസിക്കൂല. എന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വാരബലത്തിൽ ഉണ്ടായിരുന്നു ഉത്തമ. എന്നാൽ ഇത്രയും വലിയൊരു അത്ഭുതം ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോഹനേഷ് സാറ് ടി വി വാങ്ങിക്കോ? ഉള്ളതാണോ സാറേ? അല്ലാതെ വേറെ വഴിയില്ല. ലോകകപ്പ് കാണുന്നു, പിന്നെ വേറെന്ത് ചെയ്യും? എന്തായാലും വക്കീല് ലോട്ടറി അടിച്ചു. എത്ര നാളെ വക്കീല് പറയുന്ന ഒരു ടി വി വാങ്ങാൻ. ടി വി ഉണ്ടെങ്കിൽ നേരം പോകുന്ന അറിയില്ല സാറേ. വൈകുന്നേരം 6 മണി മുതൽ സീരിയലല്ലേ. ഞാൻ ടി വി വാങ്ങുന്നത് കണ്ണീർ സീരിയൽ കാണാനല്ല, ലോകകപ്പ് ഫുട്ബോൾ കാണാനാണ്. സ്വയംപ്രഭ ഇതുവരെ ലോകകപ്പ് ഫുട്ബോൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ലോകകപ്പ് ഫുട്ബോൾ എന്ന് കേട്ടിട്ടുണ്ടോ? അതിപ്പോ എന്തായാലും കളിയാകുമ്പം ലോകകപ്പ് കാണുമല്ലോ. ഞാൻ ആകെ ക്രിക്കറ്റ് മാത്രമേ കാണാറുള്ളൂ. കാഞ്ചനയോ? എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല സാറേ. കളിയും കണ്ടിരുന്നാലും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാഞ്ചനെ, മനുഷ്യനുണ്ടായ കാലം മുതൽ വിവിധ തരം കളികൾ കണ്ടുപിടിച്ച് മനുഷ്യർ കളിക്കുന്നുമുണ്ട്. ജോലി ചെയ്യാൻ മാത്രമല്ലല്ലോ മനുഷ്യർ. മനുഷ്യന് മാനസിക ഉല്ലാസത്തിനായി പലതരം കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്തരം കളികൾ. ഫുട്ബോൾ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ആസ്വദിക്കുന്ന ഒരു കളി.
ശിശുപാലിന് ഇപ്പോഴത്തെ ലോക ചാമ്പ്യൻ ആരാണെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അമേരിക്കയാണോ സാർ? ഇങ്ങ് വാ. എന്താ സാർ? കഷ്ടം. അമേരിക്ക ലോകകപ്പ് കളിച്ചു തുടങ്ങിയിട്ട് 10-15 കൊല്ലമായിട്ടുള്ളൂ. ഇതുവരെ ഫൈനലിൽ പോലും കയറാത്തവരാണോ ലോക ചാമ്പ്യന്മാര്? ഇപ്പോഴത്തെ ചാമ്പ്യൻ സ്പെയിനാണ്. പിന്നെ ബ്രസീൽ, അർജന്റീന, ജർമ്മനി, പോർച്ചുഗൽ, ഇറ്റലി, ഫ്രാൻസ് എല്ലാം കൂടി അവ കളി അങ്ങ് കൊഴുക്കില്ലേ? എന്തായാലും സാർ ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ഞാൻ ഇന്ന് മുതൽ ലോകകപ്പ് കാണാൻ തീരുമാനിച്ചു. ലോകകപ്പ് കാണുന്നത് നല്ലതാണ്. പക്ഷേ പാതിരാത്രി മുഴുവൻ കളി കൊണ്ടുകൊണ്ടിരുന്നിട്ട് രാവിലെ ആഫീസ് വരാൻ വൈകിയ എന്റെ സ്വഭാവമാണ്. അപ്പൊ നമുക്ക് ജോലിയായി സ്വയംപ്രഭേ. നാളെ മുതൽ രാവിലെ വരുമ്പോ ഇന്നലത്തെ കളി കണ്ടോ, ആരാ ജയിച്ചത്, ആരാ ഗോൾ അടിച്ചത് എന്നൊക്കെ ആയിരിക്കില്ലേ ചോദ്യം. രാവിലെ ടിവിയിലെ വാർത്ത കണ്ട് ഒക്കെ എഴുതിയെടുത്ത് കാണാതെ പഠിക്കേണ്ടി വരും. ഈശ്വര. ഹലോ, അതെ ഭാമയാണ്. ആ, ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. ഒരു ഭയങ്കര സംഭവം ഉണ്ടായി വിദ്യാലക്ഷ്മി. ഞങ്ങൾ ടീം വാങ്ങാൻ തീരുമാനിച്ചു. തമാശല്ല, കാര്യായിട്ട്. മോഹനേട്ടൻ ലോകകപ്പ് ഫുട്ബോൾ കാണുന്ന ഭയങ്കര ആഗ്രഹം. കളി പാതിരാത്രിയിലാണല്ലോ, വേറെ എവിടെയും പോയി കളി കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ടീം വാങ്ങാൻ ഒടുവിൽ മോഹനേട്ടൻ തീരുമാനിച്ചു. ചുമ്മാതല്ലെന്ന്, കേബിൾ ടി വിക്കാർ വന്ന് കണക്ഷൻ ഒക്കെ വലിച്ചിട്ട് പോയി. ഇനി ടി വി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കണക്ഷൻ കൊടുക്കാൻ കാണുക. ഇത് ടി വി ആണോക്കെ ചോദിച്ചാ അത് മോഹനോട് പറഞ്ഞില്ല. ഏതെങ്കിലും ആട്ടെ, നമുക്ക് ടി വി കണ്ടാ പോരെ. മോഹൻ വന്നു. ഞാൻ ടി വി ഒന്ന് കണക്ട് ചെയ്തതിനു ശേഷം വിളിക്കാമേ. ശരി. ഞാനും കൂടെ വരട്ടെ സാറേ. സന്തോഷാവും. വെയിറ്റാണ്. ബാബാ, ഇതെന്താ മോനോടാ? ഇത് ടി വി, ഇത് ഫുട്ബോൾ. ഇങ്ങനെയാണ് ടി വി കൊണ്ടുവരുന്നത്. ഇതിന്റെ കവർ ഇവിടെ കവറുണ്ടായിരുന്നു 10 കൊല്ലത്തിന് മുമ്പേ. അക്കിൽ ഇത് സെക്കൻഡ് ഹാൻഡ് ടി വി തന്നെ. നമ്മുടെ ജംഗ്ഷനിലെ റിപ്പയറിംഗ് ഷോപ്പ് ഇട്ടിരിക്കില്ലേ പൂക്കുട്ടായി, അവന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചത്. ടി വി പഴയതാണോ പുതിയതാണോ എന്നുള്ളതല്ലോ പ്രശ്നം. ലോകകപ്പ് സ്പെയിനിന് കിട്ടോ, ബ്രസീലിന് കിട്ടോ, അർജന്റീനയ്ക്ക് കിട്ടോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. നമ്മൾ പുതിയ ടി വി വാങ്ങിയാൽ അർജന്റീന ജയിക്കുമോ? ഇല്ല. നമ്മുടെ ടി വി പഴയതായതുകൊണ്ട് അർജന്റീന ജയിക്കാതിരിക്കുമോ? ഇല്ല. കളി കാണണം, അതിന് ഈ ടി വി മതി. ഇത് കുറച്ച് അക്രമമായി പോയില്ലേ മോനേട്ടാ? ആദ്യമായിട്ട് വാങ്ങിയൊരു ടി വി അല്ലേ, അത് പുതിയത് വാങ്ങാറില്ലേ? ഇതിനിപ്പോ എന്താ കുഴപ്പം? ഇത് തേരി വിളക്കൂലെ തലേ കെട്ടിട്ട് കുറെ സമയമായി. നിങ്ങൾക്ക് തർക്കിക്കാൻ ഒരു കാരണം വേണ്ടെന്നുള്ള എനിക്കറിയാം. ഈ സാധനം എന്റെ ഉച്ചാന്തല ഇരിക്കുന്നുള്ള കാര്യം മറക്കരുത്. ഇത് വയ്ക്കാൻ ഒരു സ്ഥലം കാണിച്ചെന്നാൽ തർക്കിക്കാൻ ഞാനും കൂടെ കൂടാ. നിന്നോട് എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത്? രാവിലെ നീ എന്താ പറഞ്ഞത്? എന്താ? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നല്ല ഫുട്ബോൾ കളിക്കാനാണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു ഞാൻ ഫുട്ബോൾ കണ്ടിട്ട് പോലുമില്ല എന്ന്. ഇതാണ് നീ പറഞ്ഞ ഫുട്ബോൾ എന്ന സാധനം. ഇത് ജംഗ്ഷനിലെ പിള്ളേരെ ക്ലബിലെ പിള്ളേര് കളിച്ചോണ്ടിരുന്ന പണ്ടാ. ഇന്നൊരു ദിവസത്തേക്ക് സാറ് വാടകയ്ക്ക് വാങ്ങിച്ചോണ്ട് വന്നതാ. ഒരു ദിവസം വാടക 2 രൂപ. ചോദിച്ചില്ല. എവിടെ കൊണ്ടുവയ്ക്കാൻ? എന്റെ തലയില് കൊണ്ടാത്തുകയെ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയുമോ ഇല്ലയോ എന്ന് നിന്നെ കാണിച്ചിട്ട് ബാക്കാരി. വരൂ വരൂ, ഇങ്ങോട്ട് വരാൻ. നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് സംശയങ്ങളുണ്ട്. എല്ലാ സംശയങ്ങളും തീർത്ത് തന്നെ ബാക്കാരി. ഇങ്ങോട്ട് വരാൻ. ഇത് പിടിക്ക. ഇത് പോസ്റ്റ്. അവിടെ ഇരിക്കാൻ അനുസരണ ഇല്ല. ഓക്കെ, അത് തട്ടിയിടരുത്. ഇതിവിടെ ഞാൻ ഗോളിയായിട്ട് ഇവിടെ.
അവിടെ ബോൾ വെക്കും. അടിച്ചു കിടണം. വാ വാ, വാ. നീ വാ. ഞാനാണോ പറഞ്ഞത്? പിന്നല്ല, നീ അടിച്ചാല് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയി അടിച്ചാ മതി. നീ കിട്ടിയാ മതി. നേരെ പോ. എങ്ങോട്ടാ ഓടണം? ഭാമേ, ശക്തി ഉണ്ടാവില്ല, ബാക്കി പാടിക്ക്. പോരാ, കുറവാണോ? കുറച്ച് പുറകെ പോ. ഇപ്പൊ ശരിയാക്കി തരാം. ഇതെവിടെ? അങ്ങ് വെളയെ പോണ്ട. ഇങ്ങ് വാ. വാ 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 വാ. ആ ആ ആ ആ ആ ആ വക്കീലാണ് വീണത്. വിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച സാറായിരിക്കും വീണത്. എന്ത് ചോദിച്ചോ? പോയി കേട്ടാ ഒരു കുഴപ്പമില്ല. വക്കീലേതാ സൂക്ഷിച്ചിരുന്നോ? സംഭവം സിമ്പിൾ കേസല്ലേ. നോക്ക്, ആദ്യം നമുക്ക് ഇത് ഇങ്ങനെ ഗോളാക്കാൻ നോക്കാം. സംഭവം സിമ്പിള്. ആദ്യം ഈ ബോൾ എടുത്ത് നോക്കുക, ബോളാണോ എന്ന്. എന്നിട്ട് കയ്യിൽ എന്തെങ്കിലും ഇതുപോലെ ബാഗ് ഉണ്ടെങ്കിൽ അതിന് വലിച്ചെറിയുക. ഓക്കെ. എന്നിട്ട് ഈ ബോൾ ഇങ്ങനെ നോക്കിയിട്ട് നേരെ ഗോൾ പോസ്റ്റിലേക്ക് നോക്കുക. കണ്ട കണ്ട കണ്ട, അത് നിൽക്കുന്നത് ഗോളിയാണ്. ഓക്കെ. എനിക്ക് വയ്യ, എന്നെ വേൾഡ് കപ്പിൽ എങ്ങനെ എടുക്കുമല്ലോ. കാണിച്ചാ ചുമ്മാ സാറേ. നീ ഇത് കണ്ടുപിടിക്കരുത്. ഗോൾ പോസ്റ്റ് അവിടെ അല്ലേ? അതിനകത്തോടെ തന്നെ ബാൾ പോയതല്ലേ? ആണെന്ന് ഇതുവഴി അടിക്കുന്നല്ലേ നീ കാണിച്ചത്? മാത്രമല്ല, നിങ്ങൾ ഒരാളാണ് കളിച്ചത്, രണ്ടുപേരാണ് കളിച്ചത്. രണ്ടുപേരും ബാളിന് മുമ്പ് കളിക്കുന്നത്. ഞാനാണ് അടിച്ചത്, വക്കീൽ അടിച്ചില്ലല്ലോ. പക്ഷെ ഞാനാണ് പോയത്. ഉത്തമ കളിക്കണ്ട, ഉത്തമ അവിടെ പോയി പോയി നിൽക്കും. ബോൾ ഇറക്കാൻ പോയി നിന്നാ മതി. എന്തിനാണ് ഞങ്ങൾക്ക് അറിയാം. പോസ്റ്റ് തട്ടരുത്, പോസ്റ്റ് തട്ടരുത്. അവിടെ പോയില്ലേ? അടി അവിടെയല്ലേ പോസ്റ്റ്, അങ്ങോട്ട് അടിക്കണ്ടേ? ഇവിടെ വാ. അതൊരു ഗുരുത്വം വേണം. തൊട്ട് വന്നിക്ക്. രണ്ട് കൈ കിട്ടും. അങ്ങനെ വേണം. ഏത് കാര്യം ചെയ്യാനും ഒരു ഗുരുത്വം വേണം. നീ അങ്ങോട്ട് ഓടുന്നത് ഇങ്ങോട്ടല്ല അടിക്കേണ്ടത്. അല്ല, അവിടെ ഓടി വരണമെന്ന് പറഞ്ഞില്ലേ നേരത്തെ? അതിന് 100 മീറ്റർ ഓടേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിനിമം മതി. ഇവിടെ ആവശ്യമില്ല സംസാരം.
അടുത്ത് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല അത് കാറ്റടിച്ച് വീഴുന്നതാണ്, എടുത്തു വെക്കാൻ വന്നാണ്. ഭാമേ, ഇയാൾക്കൊരു ഉപകാരം ചെയ്യാൻ ഇപ്പൊ അതാണ് പറ്റും. ഗോൾ പോസ്റ്റ് എങ്കിൽ ദാ, നമ്മുടെ ലക്ഷ്യം ആ ഇപ്പൊ തിരിഞ്ഞായ അവിടെയാണ്. പറയുന്ന കേട്ടാ മതി അങ്ങോട്ട്. ലക്ഷ്യം ഇടതാണെങ്കിൽ വലത് സൈഡിലേക്ക്. ഓ ഭയങ്കര തിയറിയടേ. എന്താണ് കളിച്ചത്? ആ, അങ്ങനെയല്ല ഉത്തമം കളിച്ചത്. അതല്ലേ ഈ മൂത്തവൻ കളിച്ചത്. അത് കള്ളക്കളി. അത് വാ. വാ, വാ, നമ്മളടിക്കുമ്പോ വാ, വാ, കള്ളക്കളി. വാ, 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 കളി വാ. മോനോട്ടം കളിച്ചാൽ അത് കറക്റ്റ്. ആ ശരി. വന്നിന് നോവ്. ആ ഉത്തമ, ഞങ്ങളെന്താ തീരുമാനിച്ചോ? ആ ശരി 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 ശരി. നീ ഇങ്ങ് വരല്ലേ, അവിടെ പോയി ഗോലി കളിക്കും കണക്കല്ല. ഈ നല്ല ഗോള് ശക്തിയോടെ കണ്ടിട്ടാണ് അടുത്ത വേൾഡ് കപ്പിൽ സെലക്ട് ചെയ്യാൻ. അത് തന്നെ. അധികം സംസാരം വേണ്ട. മക്കളെ, ഞാൻ പറഞ്ഞു ഓർമ്മിച്ചോ. അതീവ ശക്തിയോടെ, അതീവ ശക്തിയോടെ. 3, 2, 1. അയ്യോ ഉത്തമം ഗോളായി. എനിക്ക് അറിഞ്ഞൂടാ. നീ എല്ലാം അടിച്ചിട്ടത്. ഇവിടെ വാ മോനോട്ടാ. എന്ത് പറ്റി? അവരുടെ തുടക്കത്തിൽ നിൽക്കാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വാ. ചുമ്മാ കളിക്കാൻ സമ്മതിക്കാതെ എന്റെ പുറകെ കയറി നിൽക്കും. എന്തെങ്കിലും പറ്റിയോ? ഏയ്, ഒന്നും പറ്റിയില്ല. കല്ല് പോലൊരു ബോൾ വന്ന് ചെവിക്കല്ലി അടിച്ച് 2 കിളിയും പറഞ്ഞിട്ട് എന്തോ സംഭവിക്കാൻ. സത്യം പറ, വക്കീലിത് മനഃപൂർവ്വം ചെയ്തല്ലേ? സത്യമായിട്ടല്ല, ഞാൻ ആദ്യമായിട്ട് ഫുട്ബോൾ കളിക്കുന്നത്. ഇതാണോ ഫുട്ബോൾ കളി? ഇതൊരുമാതിരി ആളെ കൊള്ളിക്കുന്ന പരിപാടിയല്ലേ? ഇതിലിപ്പോ ദേഷ്യപ്പെടാനൊന്നുമില്ല. ഫുട്ബോൾ കളിയിൽ ആളുകൾക്ക് പരിക്കേൽക്കും, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. എത്രയോ പേർ കളിക്കളത്തിൽ വീഴുന്നു. ചിലരെ സ്ട്രക്ചറിലാണ് എടുത്തോണ്ട് പോകുന്നത്. കളിക്കളത്തിൽ പന്ത് തലക്കടിയേറ്റ് മരിച്ചു പോയവർ വരെയുണ്ട്. എന്റെ സാറേ, ചെവിക്കല്ല് നോക്കി പന്തടിച്ച് കൊള്ളിച്ചത് വരെ ഒരുമാതിരി ന്യായം പറയുന്ന പൂക്കുട്ടന്റെ കയ്യിൽ നിന്ന് 150 രൂപ കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ TV വാങ്ങിയ സാറിന്റെ കൂടെ കൂടിയത്. അതെന്റെ തെറ്റ്. ഇനി ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഫുട്ബോൾ കളിക്കോ, തലകുത്തനെ നിക്കോ, എന്ത് വേണേ ചെയ്തോ, ഞാനില്ലേ. കുറച്ച് വെള്ളം വേണേ കുടിച്ചിട്ട് പോ. കൊള്ളാം. വെള്ളമില്ലേ? എന്റെ 16 അടിയൻ ദിനത്തിൽ നിങ്ങൾ രണ്ടുപേരും വരുമ്പോ കഴിക്കാതിരിക്കുന്നവർക്ക് നിങ്ങൾ എന്നെ വിളമ്പിക്കൊടുത്തോ. വക്കീലെ, ഇത്രയ്ക്ക് ഉന്നമായിരുന്നെങ്കിൽ ഈ സാറിന്റെ ഈ ഭാഗം നോക്കി ഒരെണ്ണം കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ സാർ എന്നേ നന്നായനെ. തലേ ചുമന്ന് TV ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തലക്കിട്ടെല്ലാം തന്നല്ലേ. എന്നെ ഇനി വിളിക്കല്ലേ, ഞാൻ പോന്നു. വായിരിക്കുന്ന കേക്കല്ലേ. രാത്രി ലോകകപ്പ് വരില്ലേ? എന്തോ ലോകകപ്പ് കളി കാണാൻ വരില്ലെന്ന്. എന്റെ പട്ടി വരും, പട്ടി. സാറേ, ജീവിച്ചു കൊതിതീരാത്ത ഒരു കന്യാകനാണ് ഞാൻ. ഇനി നിങ്ങളുടെ കൂടെ കൂടിയാലേ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ലോകകപ്പ് കാണാൻ ക്ഷണിക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ടത്. ഇത്ര ദേഷ്യപ്പെടാതിരിക്കുന്നു. ഉത്തമനടുത്ത് ആരാ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞത്? അവിടെ പോയി നിന്ന്. പിന്നെ നീ ആ പന്തടിച്ചതിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും ഫുട്ബോൾ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാത്രി ബ്രസീലും കോസ്റ്റാറിക്കയും തമ്മിലുള്ള കളി കണ്ടാ മതി. അതും കാണണോ? പിന്നെ വേണ്ടേ? ഈ ലോകകപ്പ് ഫുട്ബോൾ എന്നാൽ എന്താ നീ കരുതിയിരിക്കുന്നത്? ലോകകപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ചെറിയ കാര്യമേ അല്ല. ലോകം കാൽപന്ത് കളിയുടെ വിസ്മയ കാഴ്ചകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആവേശവും ഉന്മാദവും ലഹരിയും കൊടികുത്തി വാഴുന്ന ഒരു ലോകകപ്പ് അനുഭവം പ്രേക്ഷകർക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.